ആങ്കർ സുടി പറാനു. ഹായ് ഹായ് എന്തല്ല സുഖല്ല? എന്താ പരിപാടി? സുഖം സുഖം സുഖം. ഇതെന്താ സംഭവം? ഇവനായിട്ട് ഇന്ന് റീൽസ് എടുത്താ? ഇവനാണപ്പോ സൂത്രധാരൻ. നീ നമ്മളോടൊന്നും പറയാണ്ട് പുറത്തു പോയി ഞാനല്ല പോയത്. തന്തയില്ലാത്ത പരിപാടി കാണിക്കരുത്. എന്നാ പിന്നെ അന്നെ ഒരു വിളി വിളിക്കുക. ഇവൻ പറഞ്ഞു പോണെന്ന് പറയാൻ അവനെ കൂട്ടിട്ട് പോയി. അതെന്ത് പരിപാടിയാ വേറെ? ആണോ? മേലെ വിളിക്കരുത് അല്ലേ? ആരാ ഉണ്ടാക്കിയതൊക്കെ? അപ്പൊ പഴയ പഴയ ഫുഡല്ലോ ഈ പശുക്കളെ നീ തീറ്റിച്ച്. അതാ സംഭവം. അല്ല ഇവൻ ഭയങ്കര നിരപരാധി കളിക്കുന്നുണ്ട്. ഇവന് ഇതിലുള്ള റോൾ എന്താ? ഇവൻ എന്നോട് പറഞ്ഞില്ല. ഇവൻ എന്നോട് പറയാണ്ട് പോയി. നീ അത് ഉറങ്ങലായിരുന്നു. ഉറങ്ങാൻ വിളിക്കാൻ പറ്റുമോ? അങ്ങോട്ട് കാണിക്കതാ. ഇവൻ പറഞ്ഞത് കേട്ടില്ല. നമുക്ക് കോംബോ ആവാൻ. എല്ലാരും കേട്ടോ? അതിന്റെ പരിപാടി എനി ചാറ്റ് പറയൂ. സത്യം ആരാ പറഞ്ഞേ? ഓള് പറയുന്ന കേക്കട്ടെ. എല്ലാരും ഒന്ന് മിണ്ടാണ്ടിക്ക്. ഓള് പറയട്ടെ. ആരാ പറഞ്ഞ കോംബോ ആക്കാൻ ആരാ പറഞ്ഞേ? വേറെ നീ സത്യം ലാസ്റ്റ് ആരാ പറഞ്ഞേ? ഇവിടെ സത്യം ഇടുന്നില്ല. ഇതെന്താ എടാ? ചാറ്റ് മൊത്തം നിന്നെ പ്രപ്പോസ് ചെയ്യാനാ പറയുന്നത് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്റർവ്യൂവിൽ ഒരു പ്രപ്പോസൽ സീൻ വന്ന ഓർമ്മയുണ്ടാവും. എന്നോട് ആ ഇന്റർവ്യൂവിൽ എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ടൊരു സംഭവം വന്ന്, ഒരു ചാലഞ്ച് വന്ന്. ഞാൻ സ്കിപ്പ് ചെയ്ത്. കാരണം എന്താ നിന്റെ അഭിപ്രായം? ഞാൻ പ്രപ്പോസ് ചെയ്തതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അല്ല എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവല്ലോ. എന്ത്? ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല. പറ. ഹൈഡ് ചെയ്യാൻ എന്താ? തെറി വന്നോ? പിന്നെ എന്താണ് കമന്റ്സ് എന്ന് പറ. ഞാൻ കണ്ടില്ല, അതുകൊണ്ടാ. നീ പറ എന്താ സംഭവം? ആണോ? എന്നാ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? എന്നാ നമുക്ക് പ്രേമിച്ചാലോ? ഞാൻ വെറുതെ പറഞ്ഞതാ. ഓക്കെ പ്രേമിക്കാം, വേണേ പ്രേമിക്കാം. പക്ഷെ നീ ആദ്യം ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യണം. അല്ല ഞാൻ തമാശ ഞാൻ കാര്യമായിട്ട് ചോദിക്കട്ടെ. മേറിനെന്താ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത? അല്ല ഞാൻ അങ്ങനല്ല ഞാൻ 12 മണിക്ക് ഞാൻ കട്ടിന്റെ അടിയിൽ നിന്ന് വിളിക്കുന്നതല്ല. 30,000 ആൾക്കാരെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ സീക്രട്ട്ലി വിളിക്കുന്നതല്ല 12 മണിക്ക്. ഞാൻ ചോദിക്കുന്ന ഒരു സിമ്പിൾ ഡൗട്ടാണ്. ഇത്രയും സുന്ദരിയായ മേറിന് എന്തുകൊണ്ട് ബോയ് ഫ്രണ്ട് ഇല്ല? പണ്ടോ? എത്ര കാലം മുന്നേ? കഥ പറ. ആണോ? അപ്പൊ അടുത്ത ആളെ നോക്കുന്നില്ലേ? കല്യാണം കഴിക്കണ്ടേ? കുറച്ച് വയസ്സായിട്ടുണ്ടാവൂലേ? കണ്ടിട്ടൊരു 30 തോന്നുന്നുണ്ട്. നിങ്ങക്ക് ശരിക്കും എത്രയാ? 40. കല്യാണം കഴിക്കാൻ പറ്റിയ പ്രായം ആണോ?
കുറച്ചാളെന്ന് പറഞ്ഞാൽ എത്ര നാള് കാത്തിരിക്കണം ഞാൻ? അല്ല അല്ല എത്ര നാളെടുത്തിട്ട് നീ കല്യാണം കഴിക്കും? 2 വർഷം. അതെന്തിനാ ഈ 2 വർഷം കാത്തിരിക്കുന്നത്? സാധാരണ മുസ്ലിംസ് എല്ലാം 25 വെയിറ്റ് ചെയ്യില്ലല്ലോ. അല്ല ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? ഒന്നുമില്ല, അതോട്. പിന്നെ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നോ ഇവരൊന്നിച്ച്? ആദിലും മുനും എല്ലാം റീൽസ് എല്ലാം എടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നോ? ആരെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഞാനും കൂടി വരാം. അടുത്ത ആഴ്ച ഞാനും ഉണ്ട്. നമുക്ക് റീൽസ് എടുക്കാം വേറെ. ഞാൻ ഇതുവരെ റീൽസ് മറ്റങ്ങനെ റീൽസ് ഇട്ടിട്ടില്ല. നിങ്ങൾ ഈ പൂക്കി സാധനങ്ങള് എല്ലാം മറ്റേ മീൻസ് അങ്ങനെയല്ല, ഞാനങ്ങനെ റീൽസ് ഓളികളെ ടൈപ്പ് റീൽസ് ഇട്ടിട്ടില്ല. അങ്ങനത്തെ ഞാൻ തുടങ്ങിയാലോന്ന് ആലോചിക്കുന്നു. അല്ല അങ്ങനെയല്ല, സൂപ്പർ വാവയിൽ ഇടുന്ന പോലത്തെ സാധനങ്ങൾ. നിന്റെ സൂപ്പർ വാവ എന്ത് ചെയ്യേ? ഇത് ഞാൻ ചോദിക്കുന്നതല്ല, ചാറ്റിലുള്ള ചോദ്യങ്ങളാണല്ലോ. അല്ല എന്നോട് ചാറ്റ് ചോദിക്കുന്നതാ. എനിക്കറിയാം അന്ന് നീ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പം എനിക്കറിയാം. ഞാൻ ഇത് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. മുനു ലവ് മെഹറോ? മുനുവിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മളെ മുനുവിനെ നോക്കുന്ന 10-28 വയസ്സുണ്ട്, സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്, എല്ലാ ഇതും ഉണ്ട്, ഒരു സ്കൂട്ടറും ഉണ്ട്. കാണാൻ എന്താ ചെറിയ ഓന്തുളിക്ക പോലെ ഉണ്ടെങ്കിലും നോക്കുമ്പോ അങ്ങനെ തോന്നുമെങ്കിലും നേരിട്ട് നല്ല രസമാണ്. അല്ല ഇടയ്ക്കൊരു ടർക്കി കോയി വെള്ളത്തിൽ നനഞ്ഞ പോലെ തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മളീ വിജാഗിരി മൂടനൊരു പെണ്ണ് എന്നിട്ട് നേരാ. എന്നിട്ട് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? സെക്യൂർ വടുവഞ്ചാൽ താങ്ക് യു ഫോർ ദ 40 rupees. അവളെ അങ്ങ് കെട്ടിക്കോ മുത്തേന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നല്ലോ, ഓഡിയൻസ് പറയുന്നത്. ഞാൻ അതെ ഇപ്പൊ കേറി നോക്കിതാ സെക്യൂർ വടക്കാഞ്ചേരി. എന്തായിരുന്നു നാളെ വന്നോ ശരിക്കും? ആണോ? എടാ മിണ്ടാണ്ട് നിക്കടാ. ഇതെന്താ എല്ലാരും ഇവിടെ കേറി പ്രപ്പോസ് ചെയ്ത് എന്താണത്? എന്നിട്ട് എന്തല്ല കോഴിയാ? ഇതെന്താ എന്റെ കോഴി എന്നെല്ലാം പറയുന്ന എല്ലാരും? എടാ എന്ത് കോഴിത്തരാന്ന് ഞാൻ ചെയ്തത്? അവര് ചാറ്റ് പറയുന്ന കാര്യങ്ങളല്ലേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഞാൻ വേറെ എന്ത് ചെയ്തു? മുനുവായിട്ട് നല്ല ചേർച്ചയാണല്ലോ ശരിക്കും. അങ്ങനെ ഉണ്ടാ ചാറ്റ്? ഇതെന്താ നമ്മൾ ഈ ചേർച്ചയും ഇതും മാത്രം പറയുന്നത്? അതിനെ കുറിച്ച് വിടാം, നമുക്ക് വേറെ എന്തെങ്കിലും വിഷയം സംസാരിക്കാം. കുടുംബശ്രീ ടോക്കിലേക്കാണല്ലോ പോകുന്നത് കാര്യം. അത് നമ്മളെ അടുത്ത ഇന്റർവ്യൂവിന്റെ അടുത്ത പാർട്ട് ഇപ്പൊ വരുന്ന പാർട്ട് 2 ആണോ? ഓ ഇത് കറക്റ്റ് സമയത്താലോ വിളിച്ചൊരു പ്രൊമോഷൻ ആയല്ല. പ്രൊമോഷനായി. ഇത് ഞാൻ പ്ലാൻ ചെയ്ത് വിളിച്ചല്ലേട്ടാ, കറക്റ്റ് സമയത്ത് കോൾ വേർന്നിട്ട് ഇത് വന്ന്. പിന്നെന്തല്ല സുമേഷ് ഏട്ടനെല്ലാം എന്ത് പറയുന്നത്? കാര്യം പറഞ്ഞ നിങ്ങളെ മൂവി വേൾഡ് ടീം. ഞാൻ കാര്യം പറയല, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. കാര്യം ഇത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ചാനൽ കാര്യമുണ്ട്, വേറെ ഉണ്ടാവില്ല. ഞാൻ അടുത്ത ഇന്റർവ്യൂ എന്തായാലും ഇപ്പം ഞാൻ അടുത്തൊന്നും ഇന്റർവ്യൂ കൊടുക്കൂല, വേറെ കാര്യം. അടുത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരും, അത്രേ ഉള്ളൂ. അല്ല അയ്യോ നമ്മളെ വേറൊരു ടീം നമ്മളെ ഇന്റർവ്യൂവിന് പറഞ്ഞിട്ട് ഞാൻ കൈ കൊടുത്തു പോയി. അത് ഞാൻ മുന്നേ കൈ കൊടുത്താ, പിന്നെ ഞാൻ ഡിലേ വേണ്ടാന്ന് വെച്ചിട്ട് നിന്നതാ. പിന്നെ പറഞ്ഞ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുന്നത്. അത് ഞാൻ മിക്കവാറും ക്യാൻസലാക്കും. പിന്നെ പുതിയ എഡിറ്ററിനെ കാണിക്കുന്ന, പുതിയ എഡിറ്റർ ആയിട്ടില്ല, മിക്കവാറും അടുത്ത ലെവലിലേക്ക് പുതിയ എഡിറ്റർ നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ ട്രയലെല്ലാം കഴിഞ്ഞു, ലാസ്റ്റത്തെ ട്രയലാണ് ഇന്ന് വന്നിട്ടുള്ള ലാസ്റ്റ് ട്രയലിൻ്റെ ആളാണ്. അപ്പം മെഹറ നീ എൻ്റെ ലൈവ് ആണല്ലോ? ആണോ? അയ്യോ ഇന്നലത്തെ ലൈവ് കണ്ടോ? ലാസ്റ്റ് കണ്ടോ? ഭാഗ്യം. ആണോ? അപ്പൊ ശരി, ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്.
ബൈ മെഹർജാൻ. മെഹർജാനോ? അത്രയും എന്നാ ഞാനും വിളിക്കും മെഹർജാൻ. അയ്യേ ക്രിഞ്ച്, ഞാൻ വിളിക്കൂല. എന്ത് ആ എടാ ഞാൻ നിന്നെ ട്രോൾ ചെയ്തതാ, ഞാൻ വെറുതെ തമാശാക്കുന്നതാ. നിഹാദ് അവളെ പ്രോപ്പോസ് ചെയ്യും. നിഹാദിന് അവൾ നല്ല ചേർച്ചുണ്ട്. എടാ ഒന്ന് പോയടാ, ഇത് ചാറ്റ് മൊത്തം എല്ലാം വരുന്നു. അപ്പൊ ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്, ബൈ, സീ യു. അല്ല സോറി, ബൈ. ഒന്നുമില്ല, ഓക്കെ ബൈ. മാറിപ്പോയി, ശീലായി പോയി എനിക്ക് എല്ലാരോടും ബൈ പറയും അങ്ങനെ. സോറി ബൈ അറിയാണ്ടായത്. ഞാൻ എല്ലാവരോടും ബൈ പറയുമ്പോൾ അയക്കിരിക്കലാക്കും.